കുരിശടയാളം ചെറുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആമേൻ. കുരിശടയാളം വലുത്. വിശുദ്ധ കുരിശിന്റെ അടിയാളത്താൽ ഞങ്ങളുടെ ശത്രുങ്ങളെ നമ്മൾ രക്ഷിക്കാൻ നമ്മൾ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ ആമേൻ. ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ദൈവമാണ് എല്ലാവരും സൃഷ്ടിച്ചത്. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് മറ്റവരെ നിത്യരക്ഷ പ്രാപിക്കാനും മറ്റവരെ അതിനെ സഹായിക്കാനും ദൈവം എന്നെ സൃഷ്ടിച്ചത്. നിത്യരക്ഷ പ്രാപിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? സ്വർഗം പ്രാപിച്ച് ദൈവത്തോട് കൂടെ ദൈവിക ഭാവിതം നിത്യമായി ആനന്ദിക്കുക എന്നതിന്റെ അർത്ഥം. ആമേൻ. ഈശോയ്ക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ബൈബിൾ ഭാഗം പറയാമോ? ഒരിക്കൽ ഈശോ പാപങ്ങളെ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന നേരത്ത് ആൾക്കാര് ശിഷ്യന്മാർ ഉണ്ണികളെ കൊണ്ടുവന്ന് ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് അവരെ സഹകരിച്ചു. ഈശോ ഇത് കണ്ടപ്പോ ഈശോ പറഞ്ഞു, ശിശുകൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കണം. സ്വർഗരാജ്യം അവരുടെ പോലെ ഉള്ളവരാണ്. വെരി ഗുഡ്. ഇനി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് അനസ്താവ പ്രകടനം. എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ ഇതിനായി പാപം ചെയ്തു പോയെന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കി എന്നാലും സ്വർഗത്തിൽ നഷ്ടപ്പെടുത്തി നരകത്തില് അർഹനാക്കി തീർന്നിട്ടാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താല് പാപസഹചര്യം ഉപേക്ഷിക്കുമെന്നും മേലിൽ ഞാൻ പാപം ചെയ്യുന്നെന്നും കൃത്യമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക ഞാൻ എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. കുമ്പസാരത്തിനുള്ള ജപം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലകയായ വിശുദ്ധ മീക്കലിനോടും വിശുദ്ധ സ്ഥാപക യോഹന്നാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമാസിനോടും സകല വിശുദ്ധരോടും നിത്യകന്യകയായ പിതാവങ്ങയോട് ഞാൻ ഏറ്റു പറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ നന്നെ പാപം ചെയ്തു പോയി. എന്റെ പിഴ വലിയ പിഴ ആകിയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായിലിനോടും വിശുദ്ധ സ്ഥാപക യോഹന്നാനോടും സ്നേഹന്മാരായ പത്രോസിനോടും പൗലോസിനോടും വിശുദ്ധ തോമാസിനോടും സകല വിശുദ്ധരോടും ഞാൻ പിതാവങ്ങയോട് ഞാൻ നമ്മുടെ കർത്താവായ ദൈവത്തോട് ഞാൻ എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കണമേ. ആമേൻ. ഒന്ന് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം എനിക്ക് ഉണ്ടാകാൻ പാടില്ല. 2 ദൈവത്തിന്റെ തിരുനാമം വൃത പ്രചരിക്കരുത്. 3 ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4 മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5 കൊല്ലരുത്. 6 വ്യഭിചാരം ചെയ്യരുത്. 7 കള്ളസാക്ഷി മോഷ്ടിക്കരുത്. 8 കള്ളസാക്ഷി പറയരുത്. 9 അന്യന്റെ ഭാര്യനെ അംഗീകരിക്കരുത്. 10 അന്യന്റെ വസ്തുക്കൾ ആചരിക്കരുത്. പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊള്ളാൻ വേണ്ട 3 കാര്യങ്ങൾ. 1 പ്രസാദവര
ഉണ്ടാകണം. 2 കുർബാന സ്വീകരിക്കാൻ 1 മണിക്കൂർ മുമ്പ് ഉപവസിക്കണം. 3 വേണ്ടത്ര ഭക്തിയും ഓർക്കും ഉണ്ടാകണം. എന്താണ് കൂദാശ? അദൃശ്യമായ ദൈവപ്രസാദം നൽകുന്നതിന് ഈശോമിശിഹായെ സ്ഥാപിച്ച് ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഒന്നുകൂടി പറഞ്ഞേ. അദൃശ്യമായ ദൈവപ്രസാദം നൽകുന്നതിന് ഈശോമിശിഹായെ സ്ഥാപിച്ച് ദൃശ്യമായ അടയാളമാണ് കൂദാശ. എത്ര കൂദാശകളുണ്ട്? 7. ഏതൊക്കെയാണ്? 1 ബാപ്റ്റിസം, 1 തൈലലേപനം, 3 കുർബാന, 4 കുമ്പസാരം, 5 രോഗിലേപനം, 6 തിരുപ്പട്ടം, 7 വിവാഹം. ഇനി എന്താണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ? നമ്മുടെ ആത്മാവിന്റെ പോഷണത്തിനായി അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ഈശോമിശിഹാ വഴി തന്റെ തിരക്കും തിരുശരീരയും നമുക്ക് നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. സർവശക്തനായ ദൈവത്തോട് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പശുനാമാലും ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് മറിച്ചയുടെ പീഡങ്ങൾ സഹിച്ചു കുറിച്ച് തറക്കപ്പെട്ട് മരിച്ച് അടിക്കപ്പെട്ട് പാടങ്ങൾ ഇറക്കി മറിച്ചയുടെ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവ് വലതു ഭാഗത്തിരിക്കുന്നു. അവിടുത്തെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിന്റെയും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? ഈശോ പഠിപ്പിച്ചത് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന ചൊല്ലും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ, നമ്മുടെ രാജ്യം വരണമേ, സ്വർഗത്തിലേക്ക് പോലെ ഭൂമിയിലും വാങ്ങണമേ, അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റുചേരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവർത്തനെ ഉൾപ്പെടുത്തണേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, ഞാൻ സൃഷ്ടി കർത്താവിന്റെ കൂടെ സ്ത്രീയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങനെ ഉൾത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പശുദ്ധ തമ്പരാനമ്മേ, പാപയായ നമുക്ക് വേണ്ടി എപ്പോഴും നല്ല സമയത്തും അപേക്ഷിക്കണമേ. ആമേ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ദൈവം ആരാണ്? ദൈവം ആർമോ അവസാനമില്ലാത്ത ശുദ്ധാരൂഢ്യം, ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടാവായ അവയിലുള്ള എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചിരിക്കുന്ന പരമനാഥനാകുന്നു. ദൈവം എവിടെയാകുന്നു? സ്വർഗത്തിലും ഭൂമിയിലും അവയിലുള്ള എല്ലാത്തിലും ഉണ്ടാകുന്നു. അരൂപിയായ ദൈവത്തെ നാം എങ്ങനെ അറിയുന്നു? അരൂപിയായ ദൈവത്തെ ഇങ്ങനെ അറിയുന്നു, സ്നേഹവും വിശ്വാസവും. ദൈവത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എത്രയാണ്? 6. ഏതൊക്കെയാണ്? 1 തന്നാൽത്താനായിരിക്കുന്നു, 2 അനാരിയായിരിക്കുന്നു, 3 അശരീരിയായിരിക്കുന്നു, 4 സർവനന്മ സ്വരൂപിയായിരിക്കുന്നു, 5 എങ്ങും വ്യാപിച്ചിരിക്കുന്നു, 6 സകലത്തിനും ആധികാരമായിരിക്കുന്നു. വെരി ഗുഡ്. ഇനി ഈശോ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എവിടെയൊക്കെ വെച്ചാണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? മലമുകളിലും വീട്ടിലും തെരുവീതികളിലും കടൽ തീരത്ത് വെച്ചാണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.